ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ അഡ്വൈസറി ബോർഡ് അഥവാ ഫാബ് രൂപീകരിച്ചത് ആരാധകർക്കിടയിൽ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആരാധകരും ക്ലബും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് ശക്തിപ്പെടുത്തുക, നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിച്ചിരുന്നത്. പിന്നീട് 14 അംഗങ്ങളെ അതിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്തു. എന്നാൽ അതിൽ ഒരൊറ്റ വനിതാ അംഗങ്ങൾ പോലും ഇല്ല എന്നുള്ളത് ഒരൽപ്പം പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഏതായാലും അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിക്കൊണ്ട് നൽകിയിട്ടുണ്ട്. അതായത് ഫാബിന്റെ ആദ്യത്തെ യോഗം ചേരാൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മാർച്ച് 22-ാം തീയതി അഥവാ വരുന്ന ശനിയാഴ്ച വൈകിട്ടാണ് ഈ ഒരു ആദ്യത്തെ യോഗം ചേരുക. കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ഈ യോഗം ചേരുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ ബോർഡിൽ ഉള്ള 14 അംഗങ്ങളും പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തേക്കും. മിക്കവാറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി തന്നെയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുക, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കുക, ഫാബിലെ അംഗങ്ങൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ ഒരു യോഗം അവസാനിച്ചു കഴിഞ്ഞാൽ അതിലെ മിനിറ്റ്സ് അഥവാ ഇതിൽ എന്തൊക്കെ ചർച്ചകൾ ചെയ്തു, എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നുള്ളത് വിവരിക്കുന്ന ഒരു മിനിറ്റ്സ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രസിദ്ധീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നേരത്തെ പ്രതിഷേധങ്ങളെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റും അതുപോലെ തന്നെ മഞ്ഞപ്പടയും തമ്മിൽ ഒരു യോഗം നടത്തിയിരുന്നു. അന്ന് ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് മഞ്ഞപ്പടക്ക് നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ ഒരു ഫാൻ അഡ്വൈസറി ബോർഡിന്റെ ആദ്യത്തെ മീറ്റിംഗ് ഏത് രൂപത്തിലായിരിക്കും പുരോഗമിക്കുക എന്നതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.